ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതയാമത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിശുദ്ധദാസൻ പാസ്റ്റർ ജോൺ ഐസക് അവറുകൾ, കുടുംബം, അമ്മേ സ്തോത്രം. ഈ ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള വന്ദനത്തെ ഈ ധരണയിൽ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ശക്തീകരിക്കട്ടെ. അമ്മേ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഫാസ്റ്റിങ്ങിലാണ്. 7 ദിവസത്തെ ഫാസ്റ്റിംഗ്, ഇന്ന് 5ാമത്തെ ദിവസമാണ്. അമ്മേ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം, ഇന്ന് അമ്മേ വിവിധ ടൈം സോണുകളിലാണ് ഈ പ്രയർ നടക്കുന്നത്. അമ്മേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അമ്മേ സ്തോത്രം. ദൈവമക്കൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ സ്തോത്രം. എൻ്റെ പേര് ദീപു മോഹൻ എന്നാണ്. ഞാൻ പാമ്പാടി, കോട്ടയം ജില്ലയിൽ പാമ്പാടി ഊരോപ്പുഴ എന്ന് പറയുന്ന ദേശത്ത് ആണ് താമസിക്കുന്നത്. എൻ്റെ സ്വദേശം മണിമലയാണ്. അമ്മേ സ്തോത്രം. എൻ്റെ ഭാര്യയുടെ പേര് ശ്രീജയ എന്നാണ്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോളുടെ പേര് ഹന്ന, 7 വയസ്സാണ് ഉള്ളത്. ഇളയ മോള് ഹെലൻ, 1.5 വയസ്സ് പ്രായം, 1 വയസ്സും 1.5 മാസവും പ്രായമേ ഉള്ളൂ. അമ്മേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC കാനം സെന്ററിൽ അമേൻ പത്തനാടുള്ള ഫിലദൽഫിയ ദൈവസഭയുടെ ശുശ്രൂഷകനായി സേവനം ചെയ്യുന്നു. അമ്മേ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പരിചയമില്ല, ആരെയും എനിക്ക് പരിചയമില്ല. അമ്മേ സ്തോത്രം. എങ്കിലും അമ്മേ സ്തോത്രം, നമ്മളെ എല്ലാം അറിയുന്ന ഒരു ദൈവം നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ. അർഹിക്കാത്ത നന്മകൾ ആമേൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളെ. ആമേൻ സ്തോത്രം. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ആമേൻ സ്തോത്രം. ഒരു ദിവസം കൊണ്ട് തീരുകയില്ല. എങ്കിലും ചില സാക്ഷ്യങ്ങൾ മാത്രം വേഗത്തിൽ ഓർപ്പിച്ചു കർത്താവിന്റെ അഭിഷിക്തദാസൻ ഓർക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആമേ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസക്കാലം പ്രിയ കർത്താവിന്റെ ദാസൻ എന്നെ വിളിക്കുവാൻ ഇടയായി തീർന്നു. ആമേ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുകയും ആമേ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. ആമേ സ്തോത്രം ചെയ്യുന്നു. അതിനിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി വിടുതലായി മാറി ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒരു IPC ദൈവസഭയിലെ ഒരു അംഗമായിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ സ്തോത്രം അവരായിരിക്കുന്നത്. അവരും വിശ്വാസത്തിലാണ്. എങ്കിലും ചില വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ, ഞാൻ ഈ ലോകപ്രകാരം ജീവിച്ച ഒരു മനുഷ്യനാണ്. സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ഓടിയ ഒരു മനുഷ്യനാണ്. സ്തോത്രം. വീട്ടിൽ വരികയില്ലാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ വനാന്തരത്തിലാണ്, ഒരു ഏറുമാടത്തിൽ, പലർക്കും അറിയാം, ഏറുമാടത്തിലാണ് ഞാൻ പാർത്തുകൊണ്ടിരുന്നത്. ഞാൻ സ്തോത്രം ഹല്ലേലൂയ മദ്യത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണതയിലായിരുന്നു എൻ്റെ ജീവിതം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചില നാളുകൾ അങ്ങനെ ഹല്ലേലൂയ മുമ്പോട്ട് പോകുവാൻ ഇടയായി തീർന്നു. എൻ്റെ യൗവനകാലത്ത് സ്തോത്രം. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഞാൻ ആ കാര്യങ്ങൾ ഓർക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ മാർഗത്തിൽ വരുവാൻ ഒരിക്കലും ആഗ്രഹിച്ച ഒരു മനുഷ്യനല്ലായിരുന്നു. എന്നാൽ ദൈവം സ്തോത്രം ചില മരണഭീതികൾ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടിട്ടുകൊണ്ട് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, നീ മരിക്കും എന്നുള്ള ഒരു ഹല്ലേലൂയ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ കൊണ്ടിടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സ്തോത്രം ചെയ്യുന്ന ഒരു രാത്രിയിൽ സ്തോത്രം, ഒരു സന്ധ്യാനേരത്ത് സ്തോത്രം, ഞങ്ങളിങ്ങനെ ഒരുമിച്ച് മദ്യപിക്കുവാനായിട്ട് കൂടിയിരിക്കുന്നതിൻ്റെ നടുവിൽ എൻ്റെ കൂട്ടത്തിലിരുന്ന ഒരു കൂട്ടുകാരൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ നിന്നോട് കൂടെ മദ്യപിക്കത്തില്ല, എനിക്ക് ഭയം തോന്നുന്നു എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരോട് പിണങ്ങി ഞാൻ ഇറങ്ങി സ്തോത്രന്റെ ഭവനത്തിലേക്ക് ഓടി വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ഒരാൾ എന്നോട് വന്ന് പറയുന്നു, നീ മരിക്കും, അല്പനിമിഷം കഴിയുമ്പോൾ നീ മരിക്കും, നിശ്ചയമാണെന്ന് പറയുവാനിടയായി. സ്തോത്ര. ദൈവമക്കളെ, മരണം ആരും ആഗ്രഹിക്കുന്നില്ല.
മരണമെന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ആമേ സ്തോത്രം നമ്മുടെ ഹൃദയത്തിന്റെ ആമേ സ്തോത്രം ഇടിപ്പ് കൂടുവാനിടയായി തീരും. അവൻ നമുക്ക് ഭയം തോന്നുവാനിടയായി തീരും. അങ്ങനെ ഞാൻ ഭയത്തോടെ ഭവനത്തിലേക്ക് ഓടിച്ചെല്ലുവാനിടയായി. അങ്ങനെ എടുക്കത്തില്ലെന്ന് പറഞ്ഞ കറുത്ത ബൈൻഡിട്ട പുസ്തകം എടുത്തുകൊണ്ട് മാറത്തോട് ചേർത്ത് പിടിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ എനിക്ക് മരിക്കണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആമേ സ്തോത്രം ഒരു ദൂത് കൈമാറട്ടെ. ആമേ സ്തോത്രം, നാം ഒരിക്കലും നശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയല്ല ഈ പ്രഭാതത്തിൽ നാം സേവിക്കുന്നത്. ആമേ നമ്മെ ജീവനുള്ള ഒരു സാക്ഷിയാക്കി മാറ്റുന്ന ഒരു ദൈവത്തെയാ. നീ തകരേണ്ട സാഹചര്യം വന്നാൽ, ആമേ നീ ഒറ്റപ്പെടേണ്ട സാഹചര്യം വന്നാൽ, നിന്നെ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ജയത്തോടെ ജയാളിയായി മാറേണ്ട സാഹചര്യം വന്നാൽ, എന്റെ ദൈവം നിന്റെ കരം പിടിക്കുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എന്റെ മാതാവ് പറഞ്ഞു, സ്തോത്രം ചെയ്യുന്നു, നിനക്ക് എടുക്കാൻ പറ്റത്തില്ല, അത് വിശുദ്ധമാണെന്ന് പറയുവാനിടയായി. വചനം ബൈബിൾ എടുക്കാൻ കഴിയത്തില്ല, നീ എടുക്കരുത്, തുടരുതെന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞില്ല. സ്തോത്രം, എനിക്ക് എന്റെ മനസ്സിന് ആശ്വാസം കിട്ടുന്ന, എനിക്ക് ഭയം തോന്നുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പറയുവാനിടയായി. അങ്ങനെ ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ. മാതാവ് പ്രാർത്ഥിച്ചെങ്കിൽ എനിക്കൊരു ആശ്വാസം ലഭിച്ചില്ല. 21 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ നോട്ടീസിനകത്ത് കണ്ട നമ്പറിൽ വിളിച്ചു ദൈവദാസന്റെ അടുക്കൽ കടന്നു എന്ന് സ്തോത്രം ദൈവദാസനോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ദീപു നീ മരിക്കത്തില്ല. സ്തോത്രം, കൊല്ലുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലല്ല വന്നത്, ഞാൻ നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവ സന്നിധിയിലാണ് വന്നത്. ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. സ്തോത്രം, ഒരു തരത്തിലും മുന്നേറാൻ അനുവദിക്കാതെ സ്തോത്രം ശരീരത്തെ പോലും തളർത്തിക്കളയുന്ന സ്തോത്രം ചില വെല്ലുവിളികളുടെ ഭാരത്താൽ അനുഭവിക്കുന്ന ചില വേദനകൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു ദൈവമക്കളെ? ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഉപവസിക്കുവാനിടയായി. വേഗത്തിൽ പറഞ്ഞു വന്നത് വചനത്തിലേക്ക് പ്രവേശിക്കണം. കർത്താവിന്റെ ദാസൻ തന്ന സമയത്തിനകത്ത് തന്നെ ഞാൻ വേഗത്തിൽ ഇരിക്കുവാൻ ശരണപ്പെടുകയാ. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. ആ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരിക്കുവാനിടയായി. 35ഓളം പൈശാചിക ബന്ധനങ്ങൾ ദൈവം എന്റെ ശരീരത്തു നിന്ന് അഴിച്ചു മാറ്റി. ദൈവം എന്നെ ശുശ്രൂഷയിലേക്ക് വിളിച്ചു വേർതിരിക്കുവാനിടയായി. സ്തോത്രം ചെയ്യുന്നു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല ദൈവമക്കളെ. സ്തോത്രം, വീണ്ടും ശുശ്രൂഷയിൽ കയറി. അങ്ങനെ വിവാഹം കഴിച്ചു. ഒരുപാട് വേദനകൾ പട്ടിണിയുടെ നടുവിലൂടെ കടന്നുപോയി. സ്തോത്രം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമില്ലെങ്കിൽ ഒരു പാത്രം വലിച്ചെറിയുന്ന ഒരു ജനറേഷന്റെ നടുവിലാണ് നാം ഇരിക്കുന്നത്. മാതാപിതാക്കളെ പരിഹസിച്ച് തള്ളിക്കളയുന്ന കുഞ്ഞുങ്ങളുടെ നടുവിലാണ് നാം ഇരിക്കുന്നത്. സ്തോത്രം ചെയ്ത ദൈവമക്കളെ. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ഭാര്യയ്ക്ക് ഒരു നല്ല ആഹാരം കൊടുക്കാനില്ല. പ്രഗ്നന്റ് ആയ ശേഷം ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വെല്ലുവിളികൾ നേരിടുവാനിടയായി. സ്തോത്രം ദൈവമക്കളെ. സ്തോത്രം, ഹല്ലേലൂയ. നല്ല ആഹാരം കഴിക്കാനില്ല. ഹല്ലേലൂയ, സ്തോത്രം. നീണ്ട ദിവസങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയുന്ന വാക്കുകളുണ്ട്, ഹല്ലേലൂയ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുവിടാമോ? ഞാൻ ചോദിച്ചു, എന്തിനാ? എനിക്ക് വയറ് നിറച്ച ആഹാരം കഴിക്കാനാ. സ്തോത്രം. സുവിശേഷ വേല എന്ന് പറയുന്നത് സംതൃപ്തിയുടെ വേലയല്ല. നീ ക്രൂശ് എടുത്ത് അനുഗമിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ചില ത്യാഗ മനോഭാവത്തോടെ കർത്താവിന് വേണ്ടി നീ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവ പൈതലേ, നിന്റെ തടസ്സത്തെ ദൈവം മാറ്റുവാനിടയായി തീരും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിലരെ നോക്കി ദൂത് കൈമാറുന്നു. സ്തോത്രം. വിളിച്ചു വേർതിരിച്ച ദൈവജനത്തെ തകർത്ത് കളയാൻ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ഒരു പൈശാചിക ആധിപത്യത്തെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. വേഗത്തിൽ പറഞ്ഞു പോട്ടെ. അങ്ങനെ എൻ്റെ ഭാര്യയെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, സ്തോത്രം. വീട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോയി. സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം. സ്തോത്രം, ഹല്ലേലൂയ. പലഹാരം മേടിച്ചുകൊണ്ട് പോകാൻ പൈസ ഇല്ലാത്തവനായിരുന്നു ഞാൻ. നീണ്ട ദിവസങ്ങൾ
ഉപവാസത്തോട് പ്രാർത്ഥനയുമായി ഭവനത്തിലായിരിക്കുന്ന എൻ്റെ ഭാര്യയെ കാണാൻ ചെല്ലാൻ കഴിയാതെ വണ്ടിക്കൂലിക്ക് നിവർത്തിയില്ലാതെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലരും എന്നോട് വന്ന് പറഞ്ഞു, അമ്മ നിനക്ക് വട്ടാണ്, ഭ്രാന്താണ്. എൻ്റെ സഭയിലെ അമ്മേ സ്വോത്രന്റെ മാതൃസഭയിലെ വിശ്വാസികളും സഭയിലെ ദേവദാസനും വന്നു എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇവന് ഭ്രാന്താണ്, ഇവനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, അല്ലെങ്കിൽ ഇവനെ എവിടെയെങ്കിലും കൊണ്ട് ആശുപത്രി സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകൂ. ആമേ സ്വോത്രത്തിന് ഇവനെ വെളിച്ചദൂതൻ ബാധിച്ചതാണെന്നൊക്കെ വിധി എഴുതുവാനിടയായി തീർന്നു ദൈവമക്കളെ. ആമേ സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു നല്ല പലഹാരം മേടിച്ചു കൊണ്ടുപോകാനില്ലാത്ത എനിക്ക് ആമേ സ്വോത്രം ചക്കക്കുരുവ്, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ പ്രായമുള്ളവരാ, ഇന്നൊക്കെ സമൃദ്ധിയോടെ നിങ്ങളെയൊക്കെ ദൈവം നടത്തുന്നുണ്ട്. ചക്കക്കുരുവും ആമേ സ്വോത്രം സ്വോത്രം മത്തയിലയും ആമേ വേലിച്ചീരയും പറിച്ചുകൊണ്ട് പൊതിഞ്ഞ് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോകേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആമേ സ്വോത്രം ഹല്ലേലൂയ. ഗതികേടല്ല കേട്ടോ, ഞാനത് അഭിമാനിക്കുന്നു. ആമേ സ്വോത്രം കർത്താവിന് വേണ്ടിയാ ചെയ്തത്. നിങ്ങളാണെ പോകുക ദൈവമക്കളെ. ആമേ സ്വോത്രം ചെയ്തു. ഹല്ലേലൂയ. ആമേ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഭാര്യയെ കാണാൻ പോയതാ. ആമേ സ്വോത്രം ഹല്ലേലൂയ. എൻ്റെ ഹല്ലേലൂയ ഒരുപാട് നിന്ദകൾ സഹിച്ചു, ഒരുപാട് വേദനകൾ ഉണ്ടായി. ആമേ സ്വോത്രം ചെയ്യുന്ന എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റായി, കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കാണാൻ പോകാൻ നിവർത്തിയില്ലാതെ ഭാരപ്പെട്ടൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്നത് പറയുമ്പോൾ കണ്ണുനീരോടെ ഓർക്കാറുണ്ട് ഞാനതൊക്കെ. ആമേ സ്വോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. എൻ്റെ ഭാര്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആമേ ഞാൻ മരിച്ചാലെങ്കിലും എന്നെ കാണാൻ വരുമോ? ആമേ സ്വോത്രം. ഞാൻ പറഞ്ഞു, നീ സ്വോത്രം പറ, ആമേ നീ പ്രാർത്ഥിക്കുക, ദൈവം ഒരു വഴി തുറക്കട്ടെ. ആമേ സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ ആമേ സ്വോത്രം. എൻ്റെ ഭാര്യ ഡെലിവറിക്ക് വേണ്ടി ആമേ പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു, ആമേൻ ഓപ്പറേഷൻ ചെയ്യണം, ബ്ലീഡിംഗ് ഉണ്ട്. ആമേ സ്വോത്രം വേഗത്തിൽ ഓപ്പറേഷൻ. എന്നോട് വിളിച്ചു പറഞ്ഞു, ആമേ വേഗത്തിൽ വരണം, ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം, സൈൻ ചെയ്ത് കൊടുക്കണം. ആമേൻ ഹല്ലേലൂയ സ്വോത്രം. ആമേൻ ഹല്ലേലൂയ. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, ആമേ സ്വോത്രം എനിക്ക് അല്പം പൈസ തരാമോ? എൻ്റെ മാതാവ് പറഞ്ഞൊരു വാക്കുണ്ട് ദൈവമക്കളെ, നീ ഇന്നാണോ ഇത് അറിഞ്ഞത്? ആമേ സ്വോത്രം. വെറുതെ പറയുന്നല്ല കേട്ടോ. ആമേ സ്വോത്രം. ഈ ഹല്ലേലൂയ ഹല്ലേലൂയ കെട്ടുകഥയൊന്നുമല്ല. ആമേ സ്വോത്രം. നീ ഇന്നാണ് അറിയുന്നത്. എനിക്ക് തന്നത് ദൈവമക്കളെ 200 രൂപ. ആമേ സ്വോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. അമ്മേ സ്വോത്രം. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇച്ചിരൂടെ പൈസ താ. അമ്മേൻ ഹല്ലേലൂയ. അമ്മ പറഞ്ഞു, ഒരു പൈസ ഞാൻ തരത്തില്ല. മാതാവ് പറഞ്ഞു, ഒരു പൈസ തരത്തില്ല. അമ്മേ സ്വോത്രം. 200 രൂപ കൈ പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു. അമ്മേ സ്വോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. അമ്മേൻ 6 വീട്ടിൽ, ദൈവമക്കളെ നിങ്ങൾ കേൾക്കണം, 6 വീട്ടിൽ ഞാൻ പോയി കരം നീട്ടി തെണ്ടി ഒളിമ്പല്ലടിച്ചിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് വല്ലതും തരാമോ? എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അമ്മേ ഒന്ന് കാണാൻ പോകാൻ നിവൃത്തിയില്ല, എനിക്ക് വല്ലതും തരാമോ എന്ന് ചോദിക്കുവാനിടയായി. അമ്മേ സ്വോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള നിന്ന ഛേദമെന്നെണ്ണണം. അമേ സ്വോത്രം. ഹല്ലേലൂയ. നിനക്ക് ഇവിടെ ഭാഗ്യം കിട്ടിയില്ലെങ്കിലും, അമേ നിനക്കിവിടെ സൗഭാഗ്യം ഉണ്ടായില്ലെങ്കിലും, ദൈവ പൈതലേ, കാഹളം ധ്വനിക്കുമ്പോൾ നീ നിത്യതയിൽ പ്രവേശിക്കുവാൻ അമേ സ്വോത്രം ദൈവം നിനക്ക് അവസരം തരുവാനിടയായി തീരും. അമേ സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് സ്വോത്രം പറ ദൈവ മക്കളെ. അമേ സ്വോത്രം ചെയ്യുന്നു. കോടികളുടെ വാഹനം ലഭിച്ചില്ലെങ്കിലും, അമേ സ്വോത്രം ഏക്കർ കണക്കിന് സ്ഥലം ലഭിച്ചില്ലെങ്കിലും, അമേ സ്വോത്രം ലക്ഷറി വീട് കിട്ടിയില്ലെങ്കിലും, അമേ സ്വോത്രം ചെന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ, അമേ നിനക്ക് വേണ്ടി കാൽവരുടെ വിരുമാറിൽ സ്വന്തം ജീവനെ യാഗമായി തന്നവൻ, അമേ സ്വോത്രം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇരിക്കേണ്ട നിങ്ങളെ വിരുത്തേണ്ടതിന്. കണ്ടോ? അമേ ആ ഭാഗ്യം ലഭിക്കാൻ പ്രാർത്ഥിച്ചു തുടങ്ങ്. അമേ സ്വോത്രം ചെന്ന് ഹല്ലേലൂയ സ്വോത്രം. ദൈവമക്കളെ അമേ ഹല്ലേലൂയ. 6 വീട്ടിൽ ഞാൻ കയറിത്തണ്ടി. അമേൻ അവസാനം 6ാം വീട് ഒരു ഹൈന്ദവ ഭവനമായിരുന്നു. അവരെന്നെ നോക്കി പൊട്ടിക്കരഞ്ഞു, മോനെ നീ ഒരു യൗവനക്കാരനല്ലേ? അമേ സ്വോത്രം ചെന്ന് ഹല്ലേലൂയ. നിനക്ക് പണി ചെയ്ത് ജീവിക്കത്തില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമേ സ്വോത്രം. ഹല്ലേലൂയ. ഇല്ല. അമേ സ്വോത്രം ചെന്ന് ഹല്ലേലൂയ. അതെ, ആ സഹോദരനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ എങ്ങനെങ്കിലും മേടിക്കാനോടെങ്കിലും ഞാൻ കൊടുക്കാം, നിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കരയുവാനിടയായി. ഞാൻ അവിടുന്ന് റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് സ്വയമേ മരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്വോത്രം. ഞാൻ ഈ പാടിയതും കൊട്ടിയതും ഉപവസിച്ചതും കഷ്ടത അനുഭവിച്ചതും എല്ലാം വൃഥാവായി തീരും. അമേൻ എനിക്ക് നിന്നോടൊപ്പം നിത്യതയിൽ പ്രവേശിക്കണം. കർത്താവേ, നിന്നെ മുഖാമുഖം കാണണം. അമേ സ്വോത്രം. ഹല്ലേലൂയ. നീ അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ അങ്ങ് എടുക്കണം. ഈ റോഡിൽ നിൽക്കുക, ഞാൻ ഈ റോഡിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഒരു വാഹനം വന്ന് എന്നെ ഇടിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. ദൈവമക്കളെ അമേ സ്വോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ ഭാരപ്പെടണ്ട, ഞാൻ നിനക്ക് വേണ്ടി കരുതും. അമേ സ്വോത്രം. എത്ര പേരുന്ന പകൽക്കാലം സ്വോത്രം ചെയ്യും? കരുതുന്ന ഒരു ദൈവമുണ്ട് ദൈവ പൈതലേ. അമേ സ്വോത്രം. ഇതൊന്നും വെറുതെ കെട്ടുകഥയല്ല കേട്ടോ, ഞങ്ങളുടെയൊക്കെ ജീവിതമായി പറയുന്നത്. അമേ സ്വോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. അമേ സ്വോത്രം. ഞാൻ നിനക്ക് വേണ്ടി ഒരുവന്റെ കൈ കൊടുത്തിട്ടുണ്ട്, നീ അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, അമേ സ്വോത്രം. ഹല്ലേലൂയ. അമേ എൻ്റെ അടുക്കലേക്ക് വേഗത്തിൽ വാ, ഞാൻ ഹല്ലേലൂയ സ്വോത്രം സഹായിക്കാമെന്ന് പറഞ്ഞു.
ആമേ ദൈവമക്കളെ, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ 3000 രൂപ എൻ്റെ അടുക്ക കൈ തന്നിട്ട് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു, വേഗത്തിൽ പോ. ഞാൻ വണ്ടി ബൈക്കുണ്ട് എനിക്ക്, ഞാൻ അതുമായി അമേൻ വിട്ട് പാമ്പാടി കഴിഞ്ഞ് ഇങ്ങനെ വിട്ട് നല്ല ഓവർ സ്പീഡിൽ ചെല്ലുകയാണ്. മണർകാട് എടുക്കാറായപ്പോൾ എൻ്റെ ഭാര്യയുടെ സഹോദരൻ വിളിച്ചു പറഞ്ഞു, അമേ സഹോദരൻ പയ്യെ വന്നാൽ മതി, ധൃതി വെച്ച് വരേണ്ട, അവിടെ ഡെലിവറി കഴിഞ്ഞു. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ ദൈവമക്കളെ, എൻ്റെ ഭാര്യയുടെ 1ാമത്തെ ഡെലിവറിയാണ്. ആമേൻ സ്തോത്രം. ഭർത്താവായ ഞാൻ എവിടെ നിൽക്കേണ്ടവനാ? ഞാൻ ഹല്ലേലൂയ എത്ര ഭവനങ്ങളുടെ മിറ്റം വഴി കയറി ഇറങ്ങി നടക്കുവാനിടയായി. ആമേൻ സ്തോത്രം. ഞാൻ ആ വണ്ടി വാഹനം അവിടെ നിർത്തിയിട്ട് ആ റോഡിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്ക് തരുന്ന പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും കർത്താവെ നിനക്കറിയാം എനിക്ക് പോറ്റാൻ കഴിവില്ല, എനിക്ക് സമ്പത്തില്ല, ഞാൻ എനിക്കൊന്നും കരുതിയിട്ടില്ല. ആമേൻ സ്തോത്രം. കർത്താവേ, ഞാനൊരു രണ്ടാനച്ഛൻ്റെ അവസരമേ എനിക്കുള്ളൂ. ആമേൻ സ്തോത്രം. നീ വളർത്തണം. അമേ സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം പറഞ്ഞാട്ടെ ദൈവമക്കളെ. അമേ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി കഷ്ടതകൾ കേട്ടോ, പറയാൻ ഒരുപാടുണ്ടെങ്കിലും അമേ സ്തോത്രം. ഹല്ലേലൂയ. അമേ സ്തോത്രം. ഹല്ലേലൂയ. അമേൻ. ഒരുപാട് വേദനകൾ. അമേ സ്തോത്രന്റെ കുഞ്ഞിന് ബിസ്ക്കറ്റ് മേടിക്കുക, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അമേ സ്തോത്രം. ഹല്ലേലൂയ. അമേൻ. ഈ പ്രാരാബ്ദം മുഴുവൻ പറഞ്ഞ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒരിക്കലുമല്ല. ദൈവഹിതമല്ലാത്തൊരു പൈസ പോലും ഞാൻ വാങ്ങാറില്ല. അമേ സ്തോത്രം. എന്നെ അറിയാവുന്നവർക്കറിയാം. അമേ സ്തോത്രം. ഇന്ന് അമേ ഹല്ലേലൂയ സ്തോത്രം ഒരു സഭയുടെ ശുശ്രൂഷകനായി ഞാൻ നിൽക്കുകയാണ്. ഭാര്യയ്ക്ക് നല്ലൊരു ഡ്രസ്സ് ഇല്ലായിരുന്നു, എനിക്ക് നല്ലൊരു വെള്ള ഷർട്ട് ഇടാനില്ല ആയിരുന്ന സാഹചര്യങ്ങളുണ്ട്. അമേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ വാടക ഭവനത്തിലാണ് പാർക്കുന്നതെങ്കിൽ ദൈവം ഞങ്ങളെ നടത്തുന്നു. അമേ സ്തോത്രം. ഇന്ന് ശുശ്രൂഷകൾക്ക് അനേക ഇടങ്ങളിലൊക്കെ ദൈവം അയക്കുന്നുണ്ട്. അമേ ദൈവമക്കൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമേ സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു അവസരം ലഭിക്കുമ്പോൾ ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ അമേൻ ഹല്ലേലൂയ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുക ദൈവമക്കളെ. അമേ സ്തോത്രം. ചെയ്യുന്ന ഒരുപാട് കഷ്ടതകൾ, വേദനകൾ എൻ്റെ ഭാര്യ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പട്ടിണികൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടതകളുടെ നടുവിൽ. പക്ഷെ അന്നൊന്നും തള്ളിപ്പറയാൻ ഞങ്ങൾ നിന്നിട്ടില്ല. അന്നൊന്നും വേദനകളാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം, വേലിയെ നിൽക്കുന്ന ഈ കാച്ചിൽ വള്ളിയെ നിൽക്കുന്ന ഒരു സാധനമുണ്ട്, കാച്ചില്. അമേശ്വത്രം. അതാരും പറിച്ച് പുഴുങ്ങാറില്ല, കറിവെക്കാറില്ല. അമേശ്വത്രം. ഹല്ലേലൂയ. മണ്ണിനടി നിൽക്കുന്നതാണ് നാം പറിച്ച് അമേൻ ഹല്ലേലൂയ നാം കഴിക്കാറുള്ളത്. അമേശ്വത്രം. അമേൻ. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന അത് പറിച്ച് രാത്രിയിൽ ആരും കാണാതെ വെള്ളത്തിലിട്ടിട്ട്, ഇത് വേഗത്തില്ല, മുളക് പൊടിയോ ഒന്നും ചേർക്കാനൊന്നുമില്ല, വെള്ളം ഹല്ലേലൂയ തിളപ്പിച്ചതിനകത്തിട്ടിരിക്കുക. അമേൻ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ അത് ഇടിച്ചിട്ട് വേഗത്തില്ല, ആ വെള്ളം കോരി കുടിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അന്നേരം അവളോട് പറഞ്ഞു, അമേൻ ഹല്ലേലൂയ. നിങ്ങളെ പോലെ ഇപ്പൊ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങള് സമൃദ്ധിയോടെ നടക്കുന്നത് ദൈവമക്കളെ. അമ്മേൻ അവരോടൊക്കെ ദൈവത്തെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നി. അമേൻ സ്തോത്രം. ഈ സമൃദ്ധി ഇല്ലാത്ത കുഞ്ഞുങ്ങളില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. അമേൻ. നമ്മൾ പട്ടിണി കിടന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സമൃദ്ധിയോടെ നടത്തും. അമേൻ സ്തോത്രം. ഹല്ലേലൂയ. അമേൻ സ്തോത്രം. ഞാൻ അന്നേരം അമേൻ ഹല്ലേലൂയ എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ ഒരു പലഹാരം നിന്നെ കൊതിക്കും. അമ്മേ വഴി കടലെടുക്കാൻ ഞങ്ങൾ പോകുമ്പോൾ പലയിടങ്ങളിൽ കടകളിലൊക്കെ കാണുമ്പോൾ അവള് പറഞ്ഞു, ഹല്ലേലൂയ വിശക്കുന്നു, അമ്മേ സ്തോത്രം, വളരെ ആഗ്രഹമുണ്ട്, ഒരെണ്ണം മേടിച്ചു തരാമോ? ഞാൻ പറഞ്ഞടി, നീ സ്തോത്രം പറ, നമ്മെ മാനിക്കുന്ന സമയത്ത് ദൈവം ഈ കടയെ കാണിക്കും, അന്ന് നമ്മൾ ഇവിടെ വന്ന് സമൃദ്ധിയോടെ കഴിക്കും. ഒന്ന് സ്തോത്രം പറ ദൈവമക്കളെ. അമ്മേ സ്തോത്രം. സമൃദ്ധി അല്ല വേണ്ടത്, അമ്മേ ദൈവത്തോടുള്ള ഭയമാ വേണ്ടത്, ദൈവത്തോടുള്ള സ്നേഹമാ വേണ്ടത്. അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, എൻ്റെ കുഞ്ഞുമായി ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ വചനത്തേക്ക് ഇറക്കുക. അമ്മേ സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക, എൻ്റെ മോള് പനിയായിട്ട് വളരെ ഭാരപ്പെട്ട് ഭവനത്തിൽ ഇരിക്കുക, കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഞാൻ എൻ്റെ സഭയിൽ, എൻ്റെ മാതൃസഭയിൽ ഒരു അച്ഛനെ വിളിച്ചു ചോദിച്ചു, അച്ഛാ എനിക്കൊരു 300 രൂപ കടം തരാമോ? അദ്ദേഹം ചോദിച്ചു, എന്നത്തിനാ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി. അയ്യോ 300 രൂപയ്ക്ക് പോകാൻ പറ്റുമോ? അമ്മേ ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മൻ അതിൽ കൂടുതൽ തരാൻ നിവൃത്തിയില്ല. അമ്മേ സ്തോത്രം. എനിക്ക് അല്ലെങ്കിൽ കടം മേടിച്ചാൽ തിരിച്ചു തരാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് 300 തരാം. അദ്ദേഹം കരഞ്ഞുകൊണ്ട് എനിക്ക് 500 രൂപ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് എനിക്ക് തിരിച്ചു തരേണ്ട, പാസ്റ്റർ കയ്യിലിരുന്നോട്ടെ. ഈ 500 രൂപ ഞങ്ങൾ ESI ഹോസ്പിറ്റലിൽ കോട്ടയം ICHലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ദൈവമക്കളെ ഈ പൈസ മുഴുവൻ തീർന്നു പോയി. ടെസ്റ്റ് എല്ലാം ചെയ്ത്, ബ്ലഡിന്റെ ടെസ്റ്റ് എല്ലാം ചെയ്ത് പൈസ തീർന്നു പോയി. അമ്മേ സ്തോത്രം. ചെന്ന് ഒരു നിവൃത്തിയില്ല. രാത്രിയിൽ അമ്മേ സ്തോത്രം ഒരു 11:30 കഴിഞ്ഞ് 12ഓളം അടുക്കാറായപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, വിശന്നിട്ട് നിൽക്കാൻ പോയി, 2-3 ദിവസമായില്ലേ ആഹാരം കഴിച്ചിട്ട്, വിശന്നിട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വളരെ
പ്രയാസപ്പെട്ടു. സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറയും, മോനെ നീ സ്വോത്രം പറ. ഹല്ലേലൂയ, പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. ദൈവമക്കളെ, ഞാൻ അന്ന് രാത്രി അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി. സ്വോത്രം. ഹല്ലേലൂയ. സ്വോത്രം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഹല്ലേലൂയ കോട്ടയം ICHന്റെ വാതിക്കലാണ്. സ്വോത്രം. ഹല്ലേലൂയ, വിശപ്പ് കലശലായതുകൊണ്ട് ഞാൻ ഇത് എഴുതുന്നു. സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. സ്വോത്രം. ഈ രാത്രി കർത്താവ് വന്നാൽ ഞങ്ങള് കർത്താവിനോട് കൂടെ ചേരുവാനിടയായി തീരും. സ്വോത്രം. ഹല്ലേലൂയ. സ്വോത്രം. ഞാനിത് എഴുതുന്ന കണ്ടോണ്ട് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വിഷമിപ്പിക്കാതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ നിന്നെ വിഷമിപ്പിക്കുകയല്ല. എൻ്റെ ഹല്ലേലൂയ ഒരു പ്രയാസം ഉണ്ടായതുകൊണ്ട് എഴുതുക എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഈ കഷ്ടത ഒരു ദിവസം സ്വോത്രം സമൃദ്ധിയുള്ളതായി മാറുന്ന കാലം വരും. കാഹളം ധ്വനിക്കാൻ പോവുക. രാജ്യത്തോടും സ്വോത്രം. ഹല്ലേലൂയ. വർഗം വർഗത്തോടും എതിർത്തുകൊണ്ട് നിൽക്കുകയാ. സമുദായ സംഘടനകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം ഓർത്തോണം. സ്വോത്രം. കാഹളം ധ്വനിക്കാൻ സമയമായി. സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം ഒരുങ്ങ. ഇന്നിവിടെ കേൾക്കുന്ന പ്രോസ്പെരിറ്റികളൊന്നും, ഇന്നിവിടെ കേൾക്കുന്ന ലഭിക്കുന്ന നന്മകളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് കൊണ്ടുപോകാൻ ഒന്നേ ഉള്ളൂ. സ്വോത്രം. ദൈവത്തോട് ചേർന്ന് വസിച്ചാൽ, വിശ്വാസത്തിൽ ഒരു തികവ് നൽകിയാൽ, സ്വോത്രം. ഹല്ലേലൂയ. അതാണ് ദൈവമക്കളെ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എത്ര പേരുന്ന പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കും. പ്രിയ കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, പല കാര്യങ്ങൾ പറയാനിടയായി. അപ്പോൾ സ്വോത്രം. ഹല്ലേലൂയ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം എനിക്ക് എൻകറേജ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി, എന്നെ ബലപ്പെടുത്തുക. എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രിയ ദൈവദാസനെ ഓർത്ത് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ധാരാളമായി കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എനിക്കിപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. സ്വോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവം ഹല്ലേലൂയ ഞങ്ങളെ അത്ഭുതകരമായി നടത്തുവാൻ സ്വോത്രം. ഞങ്ങള് ഹല്ലേലൂയ. സ്വോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ആയിരിക്കുന്ന ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് മാറുവാൻ സ്വോത്രം ആഗ്രഹിക്കുന്നു. സ്വോത്രം. ഹല്ലേലൂയ. കാലാവധി കഴിഞ്ഞു. സ്വോത്രം. മാറേണ്ടതുണ്ട്. സ്വോത്രം ചെയ്യുന്നു. ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങൾ സാമ്പത്തികങ്ങളൊക്കെ ദൈവം ഒരുക്കി തരേണ്ട ദൈവമക്കൾ ഈ പ്രയറിൽ ഞങ്ങളെ ഓർത്തും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. മറ്റൊരു സന്ദർഭം ദൈവം തന്നാൽ സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുന്നു. സ്വോത്രം. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു സഭ തന്നു. സ്വോത്രം ചെയ്യുന്നു. ഇന്ന് അനേക ദേശങ്ങളിൽ ദൈവത്തിന്റെ വചനവുമായി കടന്നുപോകാൻ അവസരങ്ങളെ ദൈവം തരുന്നു. സ്വോത്രം. ദൈവമക്കളുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. സ്വോത്രം. റോമാലേഖനം സ്വോത്രം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് 15. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. മതി. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നൽകി തന്ന നല്ല വചനത്തിന് മുമ്പാകെ ഈ പ്രഭാതത്തെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. വാഴ്ത്തി അനുഗ്രഹിച്ച് വചനത്തെ നൽകണമേ കർത്താവ്. ജനത്തെ വേദിക്കണമേ. തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും ദൈവ സ്വർഗം ശാസിക്കണമേ. പ്രതിസന്ധികളെ നീ കിളിവനെ ബലപ്പെടുത്തണം. ജഡികമായ വാക്കുകൾ വെളിപ്പെടാൻ അനുവദിക്കരുത്. പരിശുദ്ധാത്മാവ് വഴികളെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി സ്വോത്രം പറഞ്ഞാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വാക്യം, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്ന് സ്വോത്രം. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് അവന് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് മോശയോട് അരുളി ചെയ്തു. സ്വോത്രം. ഹല്ലേലൂയ. സ്വോത്രം. സ്വോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കരുണ, കനിവ്, സ്വോത്രം, ഈ 2 പദങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുക. സ്വോത്രം. ഇതിന്റെ പ്രസക്തി ഒന്നും ഹല്ലേലൂയ മനുഷ്യന്റെ ഹൃദയത്തിലില്ല. ഉണ്ടോ? സ്വോത്രം ചെയ്ത്. ഹല്ലേലൂയ. ആർക്കും കനിവില്ല, കരുണയില്ല.
അമ്മേ സ്വോത്രം ചെയ്യുന്നു ആയുധമെടുത്തുകൊണ്ട് അമ്മേ സ്വോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഒരു മനസാക്ഷിയുമില്ലാതെ പട്ടാപ്പകൽ നടുറോഡിൽ ഹല്ലേലൂയ സ്വോത്രം ജീവിതങ്ങളെ വെട്ടി വീഴ്ത്തുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു റോമാലേഖനത്തിൽ അമ്മേ പൗലോസ് റോമൻ സഭയ്ക്ക് അമ്മേ ലെറ്റർ എഴുതുമ്പോൾ കത്തെഴുതുമ്പോ അമ്മേ താൻ പറയുന്നൊരു ഭാഗം ഇതയാണ്: എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് അമ്മേ സ്വോത്രം പൗലോസ് പരിചയപ്പെടുത്തുകയാണ്. ആമേൻ ഹല്ലേലൂയ. എത്ര പേര് കാലം ദൈവത്തിന് മഹത്വം കൊടുക്കും ദൈവമക്കളെ? ആമേൻ ഹല്ലേലൂയ. സ്വോത്രം ഹല്ലേലൂയ. സ്വോത്രം കരുണ തോന്നും. ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് അത് വലിയ വിലയേറിയതാണ്. സ്വോത്രം പലരും ഇതിനകത്ത് ആമേൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവരുണ്ട്. പലരും ഇതിനകത്ത് ആഗ്രഹിക്കുന്നവരുണ്ട് കരുണയും കനിവും ഒക്കെ. ആമേൻ ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ആമേൻ സ്വോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒരു ദൂത് കൈമാറുകയാ. ആമേൻ സ്വോത്രം ചെയ്ത് ആരെല്ലാം കൈവിട്ടാലും, ഏതെല്ലാം പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോയാലും, ഏതെല്ലാം വെല്ലുവിളികൾ നേരിട്ടാലും ആമേൻ സ്വോത്രം കരനീട്ടി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, ആമേൻ കരുണ കാണിക്കാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ആരും മറന്നു പോകരുത്. ആമേൻ. എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും ദൈവമക്കളെ? ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട് ദൈവമക്കളെ. ആമേൻ സ്തോത്രം. ചില പ്രതിസന്ധികൾ, കടക്കാൻ കഴിയാത്ത ചില പ്രതിസന്ധിക്കകത്ത് ഭാരപ്പെടുന്ന, ആമേൻ സ്തോത്രം വേദനപ്പെടുന്ന ചില വിഷയത്തിനകത്ത്, ചില പ്രാർത്ഥന വിഷയത്തിനകത്ത് ആമേൻ അപ്പുറം കടക്കാൻ കഴിയാതെ ആമേൻ സ്തോത്രം ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ആമേൻ സ്തോത്ര ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്ന ദാസിയെ ആമേൻ സ്തോത്രം ചെയ്യുന്ന നിനക്ക് വേണ്ടി ആമേൻ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ മറുപടി തന്നെ സഹായിക്കാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ടെന്ന് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ഒരു വിശാലത ദൈവം തരുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷ സംബന്ധമായ ഒരു വിശാലത ദൈവം ഒരുക്കും. ആമേൻ തടസ്സമായി നിർത്തുന്ന ചില വെല്ലുവിളികൾ, ആമേൻ സ്തോത്രം ചെയ്ത് ചില യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില വെല്ലുവിളികളെ എന്റെ ദൈവം ഉടച്ചു കളയുമെന്ന് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. ആമേൻ സ്തോത്രം ചെയ്ത പ്രതികൂല സാഹചര്യം മരുഭൂപ്രയാണം പോലെ ആമേൻ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ ചില പ്രതിസന്ധിക്കകത്ത് ഭാരപ്പെടുന്ന ദൈവ പൈതലേ, ആമേൻ സ്തോത്രം ചെയ്യുന്ന നീ ഭാരപ്പെടണ്ട. ആമേൻ കരനീട്ടി കരയിൽ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുകയാണ്. ആമേൻ. എത്ര പേര് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം കൊടുക്കും? ആമേൻ സ്തോത്രം. ഹാഗേറെ നീ എന്തിനാ കരയുന്നേ? സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. സ്തോത്രം. ഹാഗേർ നീ എന്തിനാ കരയുന്നേ? ദൈവത്തിന്റെ വചനം പറയുന്നു ഒരു ദൂത് ദൈവാത്മാവ് നൽകുകയാ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തലമുറയുടെ വിഷയം ഓർത്തുകൊണ്ട് ആമേൻ ഭാരപ്പെട്ട് നശിച്ചു പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ, ആമേൻ സ്തോത്രം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു മാതാവേ, ആമേൻ സ്തോത്രം എന്നെ കേൾക്കുന്ന മാതാവേ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം ആമേൻ സ്തോത്രം വഴിയും വാതിലും തുറന്നു കൊടുത്തു മാനിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു ഇന്ന് രാത്രി. ആമേൻ സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും? ആമേൻ സ്തോത്രം ചെയ്യും. ഭാവി സംബന്ധമായി തലമുറയുടെ വിഷയമോർത്ത് ഭാരപ്പെടുന്ന മാതാവേ, ആമേൻ തലമുറ ഒതുക്കിക്കളഞ്ഞ് ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒതുക്കിക്കളഞ്ഞ് പുറത്തുവിടത്തില്ലെന്ന് വാദിക്കുന്ന ചില പൈശാചിക മേഖലകൾ ഇന്ന് പകൽക്കാലം ഉടയപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവി ദൂത് കൈമാറുകയാണ്. ആമേൻ. എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും? ഒതുക്കി വെച്ചിരിക്കുക ഭവനത്തിനകത്ത്, ഒരു മുറിക്കകത്ത് അടയ്ക്കപ്പെട്ട ഒരു ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ ഒരു അനുഭവത്തിനകത്തിരിക്കുമ്പോ ആമേ മരണകരമായ അനുഭവം എന്ന് പറഞ്ഞ മരണത്തിന് തുല്യമായോ ആമേ സ്തോത്രം ഒതുക്കിക്കളഞ്ഞ ചില മേഖലകളെ, മന്ദതകൾ, അലസതകള്, ആമേ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വെല്ലുവിളികളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഉടച്ചു കളയുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. എത്ര പേർ ഇന്ന് ദൈവത്തിന് മഹത്വം
മഹത്വം കൊടുത്തു തുടങ്ങും. യുഡമാന ഘടകനകസിയ റീബൽ ഖമാന ഘടകനകസിയാന്തര ആമേ സ്വോത്രം കെട്ടിയിട്ടിരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിയപ്പെടട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും ദൈവമക്കളെ? ആമേൻ. ഹല്ലേലൂയ. അവൻ ആർക്കും കടക്കാരനല്ല, ദൈവമല്ല. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചില പ്രതിബദ്ധതകൾ മാറും. ആമേൻ. സ്തോത്രം. ശീല എന്ന് പറയുന്ന അഭിഷിക്ത ദാസിയെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില പ്രതിസന്ധികൾ മാറും, പ്രയാസങ്ങൾ മാറുമെന്ന്. ആമേൻ. സ്തോത്രം. ചുടമാന ഘടകനകസ് ശരീരത്തെ അലട്ടുന്ന ചില ക്ഷീണങ്ങൾ, തളർച്ചകൾ, ആമേൻ. സ്തോത്രം, ചില വെല്ലുവിളികളെ, ആമേൻ, ചില രോഗത്തിന്റെ അവസ്ഥകളെ ദൈവം എടുത്തു മാറ്റുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് കൈമാറുന്നു. ആമേൻ. സ്തോത്രം. ചുടമാന ഘടകനകസിയ റബൽ ഖമന ഘടകം റീബൽ ഖമാന ഘടകനകസിയ ഭവനത്തിനകത്തിൽ അസ്വസ്ഥതകൾ ഇടുന്ന ചില വെല്ലുവിളികളെ ഇന്നു രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഉടച്ചു കളയുമെന്ന് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ, അതിരുമാന്താൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. നിന്റെ അതിരുമാന്താൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ അതിരിനെ നോക്കിക്കൊണ്ട് പിശാച് ആമേൻ സ്തോത്രം വെല്ലുവിളിക്കുക. ആമേൻ സ്തോത്രം. നിന്നെ തളർത്തിയിട്ടിട്ട് ആമേൻ അത് അവകാശമാക്കുമെന്ന് പറയുന്നവനെ മുമ്പിൽ ആമേൻ അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും? ആമേൻ. നിന്നെ തളർത്തിയിട്ടിട്ട്, നിന്നെ രോഗിയാക്കി മാറ്റിയിട്ട്, തലമുറയെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് ആമേൻ നിന്റെ അവകാശത്തെ എടുത്തു കളയാൻ വാതികെട്ട് നിൽക്കുന്ന ചില വെല്ലുവിളികളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് മുതൽ ചില വെല്ലുവിളികൾ ദേശം വിട്ടുമാറട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കും. ആമേൻ. ആമേൻ. സ്തോത്രം. യുഡമാന ഘടകനകസിയ ചില തലമുറകളെ വാദിച്ചു വെച്ചിരിക്കുന്ന ചില വെല്ലുവിളികൾ, ചില ഹല്ലേലൂയ ആമേൻ കോപത്തിന്റെ ആ ദുരാത്മാവിനെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ചകറ്റുകയാ, മാറ്റുകയാ. ആമേൻ. ഇന്ന് പകൽ ചില കോപം വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തില്. എടുത്തിയാടി കോപിക്കുന്ന വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുക. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, ദൈവം അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും? സുനി എന്ന് പറയുന്ന ദൈവദാസിയെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു കേട്ടോ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചില വെല്ലുവിളികളെ ആമേൻ നേരിടാൻ കഴിയാത്ത ചില ഭാരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ഈ പ്രഭാതത്തിൽ എന്നോടൊന്ന് സംസാരിക്കണമെന്ന് ഹൃദയത്തിനകത്തളങ്ങളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഭാരപ്പെട്ട ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ ദൈവം വിടുതൽ നൽകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാ. ആമേൻ സ്തോത്രം. അഭിഷേകം വ്യാപരിക്കട്ടെ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചില നിന്ദകൾ മാറുമെന്ന്, ചില നിന്ന വാക്കുകൾ മാറാൻ പോവുക. ആമേൻ സ്തോത്രം. ചില നിന്ന വാക്കുകൾ മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ചില കെട്ടുപാടുകൾ ഉടയപ്പെടട്ടെ. ആമേൻ സ്തോത്രം ചെയ്യുന്ന ക്രിസ്തുവിലുള്ള നിന്ന് പൗലോസ് പറഞ്ഞൊരു വാക്കോടെ ക്രിസ്തുവിലുള്ള നിന്നെ ഛേദമെണ്ണുകയാ. ആമേൻ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ചില നിന്ദകൾ ആമേൻ ഛേദമെണ്ണുവാൻ ദൈവം ചിലരെ തൊടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം. ആമേൻ സ്തോത്രം. എത്ര പേർ ദൈവം മഹത്വം കൊടുക്കും ദൈവമക്കളെ? ചില നിന്ദകൾ മാറും. ആമേൻ. വായിച്ച വചനത്തിന്റെ അകത്ത് പറഞ്ഞത് ഒന്ന് ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ കരുണ, രണ്ട് കനിവ്. ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതിനൊക്കെ ആമേൻ സ്തോത്രം ചെയ്യുന്നു ഒരുപാട് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അർത്ഥങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ആമേൻ സ്തോത്രം കരുണ എന്ന് പറയുമ്പോൾ ആമേൻ ഒരു മനുഷ്യൻ ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് വരുന്നൊരു വികാരമാണ് എന്താ? കരുണയും കനിവും. ഇതൊക്കെ ഒരേ അർത്ഥങ്ങളൊക്കെ വരുന്ന ആമേൻ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ ഒരു പദങ്ങളാണ് ഇത് രണ്ടും. ആമേൻ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ആമേൻ കരുണ തോന്നുക, ഒരു ആളെ സഹായിക്കുക. ഒരു വഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തെ കരുണ തോന്നും, അദ്ദേഹത്തോട് ആമേൻ സ്തോത്രം സഹായിക്കണമെന്നുള്ളൊരു മനോഭാവം ഹൃദയത്തിൽ ഒരു വികാരമായി തോന്നുന്നതിനാണ് കരുണ എന്ന് പറയുന്നത്. കനിവെന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു മനുഷ്യനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവന്റെ പ്രയാസങ്ങളെ, അവന്റെ വേദന കാണുമ്പോൾ തന്റെ ഹൃദയത്തിൽ അതേ വേദന തന്റെ ഹൃദയത്തിലേക്ക് വരുന്നത് ആയ ഒരു വികാരമാണ് കനിവെന്ന് പറയുന്നത്. ഇങ്ങനെ അവൻ ഈ രണ്ട് പദങ്ങൾക്ക് വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ഏറെക്കുറെ ഒരേ അർത്ഥത്തിലേക്ക് വരുന്ന വാക്കുകളാണ് രണ്ടും.
സ്തോത്രം. ഒന്ന് കരുണ. ആമേൻ സ്തോത്രം. ഈ കരുണ എന്ന് പറയുന്ന ദൈവത്തിന്റെ കരുണ എന്താണ്? ആമേൻ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോ, ആമേൻ സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ ആമേൻ സ്തോത്രം പുരുഷാരം 35. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്തേ എന്ന് അവൻ ചോദിച്ചു. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. മതി മതി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞ യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, ഉലക ചരിത്രത്തിൽ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തത് എന്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നാം ഇന്ന് പകൽക്കാലം വിശ്വസിച്ചേ മതിയാകൂ. ആമേൻ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. പലരോടും നാം പല കാര്യങ്ങൾ പറയാനുണ്ട്. ആമേൻ പല പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ആമേൻ സ്തോത്രം ചെയ്യുന്ന പലരും നമ്മെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യങ്ങളാണ് പലപ്പോഴും നാം കാണാറുള്ളത്. ആമേൻ സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം, കുരുടനായവൻ വഴിയറമ്പിലിരിക്കുന്നവന് ആമേൻ സ്തോത്രം കണ്ണ് കാണത്തില്ല. അവൻ ഈ കാലച്ചയുടെ ശബ്ദം മാത്രമേ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ആമേൻ സ്തോത്രം. പക്ഷേ അവന്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ വെളിപ്പെട്ട ഒരു വികാരം വെളിപ്പെട്ടു. എന്താണ്? ആമേൻ സ്തോത്രം, ഈ വരുന്നവൻ ആമേൻ ഉലക ചരിത്രത്തിൽ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ചില കരുണകൾ ആമേൻ എനിക്ക് വേണ്ടി കാണിക്കാൻ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചവൻ വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും ദൈവമക്കളെ. സ്തോത്രം ഹല്ലേലൂയ. ചിലരുടെ പ്രാർത്ഥന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരുണ വെളിപ്പെടാൻ പോവുക. ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. ചില പ്രാർത്ഥന വിഷയത്തിനകത്ത് കരുണ വെളിപ്പെടുന്ന പകലാണെന്ന് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. ദൈവമക്കൾ, ഒരു പ്രാർത്ഥന പോലല്ലേ ആ ദൈവമനുഷ്യൻ വിളിച്ചു പറഞ്ഞത്? നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു പ്രയറിനെ തുല്യമല്ലേ ആമേൻ സ്തോത്രം ചെയ്യുന്ന ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. നമ്മളും ഇങ്ങനല്ലേ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോ അവനോട് കരുണ തോന്നണം. ആമേൻ സ്തോത്രം. അങ്ങനല്ലേ നാം പ്രാർത്ഥിക്കാറ്? ഇന്ന് പകൽക്കാലം ചില കുരുട്ടു കണ്ണുകളെ തുറക്കുന്ന പകല. ആമേൻ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ചിലരുടെ മേൽ വെളിപ്പെടുന്ന പകല. ആമേൻ സ്തോത്രം ചെയ്യുന്ന അവിടെ ആമേൻ സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ഭാഗമുണ്ട്. പുരുഷാരം എന്ത് ചെയ്തു? അവനെ എന്ത് ചെയ്തു? വിലക്കി. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ അത് കേട്ട് ആമേൻ സ്തോത്രം മുമ്പോട്ട് പോയെന്നല്ല വായിക്കുന്നത്. ആമേൻ സ്തോത്രം ചെയ്തു ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ഭാഗത്തിനകത്ത് ഇങ്ങനെയാ. ആമേൻ സ്തോത്രം ചെയ്തു കർത്താവ് അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. കണ്ടോ? അവന്റെ മതി അമ്മാമേ. ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. അവന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. കണ്ടോ? ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ കരുണ എത്ര വലുതാ ദൈവമക്കളെ. ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. ആമേൻ ദൈവത്തിനാണ് ശക്തമായി ഇടപെടുന്നു. ചില തലമുറയുടെ വിഷയമോർത്ത് ഭാരപ്പെടുന്ന ചില മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. ദൈവമക്കളെ, കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന്, കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയുന്നു? ഹല്ലേലൂയ. സ്തോത്രം. ആമേ തലമുറയുടെ വിഷയം ഓർത്തൊന്നും ഭാരപ്പെടണ്ടെന്ന്. സ്തോത്രം ഹല്ലേലൂയ. പ്രിയ അഭിഷക്ത ദാസൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോട് ദൂത് കൈമാറുന്നു. ഭാരപ്പെടേണ്ട. ദൈവം ചില വാതിലുകൾ, വഴികൾ, ദൈവം ചില പദ്ധതികളെ ദൈവം ഒരുക്കുമെന്ന്, ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവി ദൂത് കൈമാറുകയാ. ആമേൻ. ജുഡമാന ഘടകനകസിയ റീകമന ഘടകം മൃഗാന ഘടകനകസിയ. ആമേൻ. ആരോടും പറയാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത്, ആമേൻ സ്തോത്രം, ആരോടും ഷെയർ ചെയ്യാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത്, ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ.
ദൈവം മറുപടി തരുമെന്ന്. ആമേൻ സ്തോത്രം. തലമുറ സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്ത്, ചില പ്രാർത്ഥന വിഷയത്തിനകത്ത് മറുപടി തന്നു മാനിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്നു പകൽക്കാലം ദൂത് കൈമാറുന്നു. ആമേ ദുടമാന ഘടകനഗസിയ റീബൽ ഖമാന ഘടകനഗസിയ റബാന ഘടകം മൃഗമനഗസിയ റീബൽ ഖമന ഘടകനഗസിയ ഒരു വിശാലത ഒരുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് കൈമാറുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ദുടമാ റഗൽ ഖമാന ഘടകനഗസിയ. എത്ര വരുന്നു പകൽക്കാലം തിരിച്ചറിയുന്നു ദൈവമക്കളെ. ആമേൻ സ്തോത്രം. കർത്താവ് ജനപ്പെരുപ്പത്തെ ഒന്നുമല്ല നോക്കിയത്. സ്തോത്രം. ആമേൻ. ആരാവാരത്തിന്റെ വെല്ലുവിളി. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. വലിയ ആരാവാരം ഒന്നുമല്ല, ജനത്തിന് വലിയ ആരാവാരം ഒന്നുമല്ല ദൈവം നോക്കിയത്. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു ഹല്ലേലൂയ അടുക്ക നിർത്തുന്ന പകല ഇന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം ചിലരെ തൊട്ടു സൗഖ്യമാക്കുന്ന പകല. ദുടമാന ഘടകനഗസിയ റീബൽ ഖമാന ഘടകന ഭവന സംബന്ധമായി ചില സാമ്പത്തിക വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന ദൈവ പൈതലേ, ആമേ ദൈവം നന്മേ ആമേ ചേർത്തു നിർത്തുന്ന പകലാണെന്ന് ആമേ ദൈവത്തിന്റെ ആത്മാവി ദൂത് കൈമാറുകയാണ്. ആമേ സ്വന്തം ആമേ ചില ഹല്ലേലൂയ ഭവന സംബന്ധമായി ഭവനത്തിനകത്ത് സ്വസ്ഥത കിട്ടുന്ന അനുഭവം, ഐക്യത കിട്ടുന്ന അനുഭവത്തിനകത്ത് ഭാരപ്പെടുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവി ദൂത് കൈമാറുന്നു. ആ വിഷയത്തിന് പരിഹാരം തരാൻ ദൈവം ശക്തനാണെന്ന്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. കണ്ടോ, കർത്താവ് പറഞ്ഞു അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരു കരുണ കാണിക്കുവാനിടയായി. സ്തോത്രം. ദൈവമക്കളെ എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും? ആമേൻ. മക്കൾക്ക് മാതാപിതാക്കളോട് കരുണയില്ലാത്ത കാലഘട്ടം, മാതാപിതാക്കൾക്ക് മക്കളോട് കരുണയില്ലാത്ത കാലഘട്ടം. ആമേൻ. സഹോദരങ്ങൾ തമ്മിൽ കരുണയില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ, കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിന്റെ തേജസ് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് ആരും മറന്നു പോകരുത്. ആമേൻ. അമേ തങ്കമ്മ സത്യം എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന കർത്താവിന്റെ ദാസിയോട് പറയുക, അമേ സ്തോത്രം, മാനസികമായ ഭാരമുണ്ടെങ്കിൽ, ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ദുടമാന ഘടകനഗസിയ റീബൽ ഖമാന ഘടകം മൃഗാനഗസിയാന്തര ഹല്ലേലൂയ, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ആമേൻ. എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങും? എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കും ദൈവമക്കളെ? ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയും എനിക്ക് കരുണ തോന്നണം. അതാരെല്ലാം ഏതെല്ലാം വിഷയങ്ങൾ മുമ്പിൽ നിന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ മുമ്പിൽ നിന്നാലും, ആരെല്ലാം അതിന് തടസ്സം പറഞ്ഞാലും എനിക്ക് ഒരുവനോട് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ കാണിച്ചിരിക്കും. ഒരു പാർഷ്യാലിറ്റി ദൈവത്തിനില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു അത്? ആമേൻ സ്തോത്രം. ഒരു എരിഹോ കോട്ട ആമേൻ തടസ്സമായി നിന്നാലും എൻ്റെ ദൈവത്തിന് ജനത്തെ നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു ദൈവം നടത്തുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ആമേൻ. ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവം എത്ര ഹല്ലേലൂയ അത്ഭുതവാനാ. ദൈവം എത്ര ഹല്ലേലൂയ അതിശയം പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാ. ആമേൻ ഹല്ലേലൂയ. ആദിനും അന്തിനുമായ ദൈവം, നിത്യപിതാവായ ദൈവം. ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട് ദൈവമക്കളെ. ആമേൻ ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു ആമേൻ സ്തോത്രം. ആമേൻ ഒരു യാത്രയ്ക്ക് ആമേൻ സ്തോത്രം ചില വഴികൾ തുറന്നിട്ടും ആമേൻ സ്തോത്രം ആഗ്രഹിച്ചിട്ടും മുമ്പോട്ട് പോകാൻ കഴിയാതെ അവനൊരു ചതുപ്പ് നിലത്തിനകത്ത് ചവിട്ടി നിൽക്കുന്നത് പോലെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ചവിട്ടുന്നതും താഴുന്നതല്ലാതെ മുന്നേറാൻ കഴിയാത്ത വിധത്തിൽ ഭാരപ്പെടുകയും ആമേൻ സ്തോത്രം കുടുംബത്തിന്റെ ചില പ്രാരാബ്ധങ്ങൾ, ആമേൻ ചില വെല്ലുവിളികൾ ആമേൻ സ്തോത്രം തനിക്ക് ഭാരമായി പിന്തുടരുകയും ചെയ്യുന്ന അനുഭവത്തിലിരിക്കുന്ന ദൈവദാസിയെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ആമേൻ. നിന്റെ യാത്രയെ തടയുന്ന ആമേൻ സ്തോത്രം ചില എരിഹോ മതിലുകളെ എൻ്റെ ദൈവം ആർപ്പിന്റെ ശക്തിയാൽ ജനത്തിനു വേണ്ടി ആമേൻ സ്തോത്രം ദൈവം അതിനെ ഇടിച്ചു താഴ്ത്തിയതുപോലെ ചില വെല്ലുവിളികളെ ഉടച്ചു കളയുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. ഒരു യാത്ര ദൈവം ഒരുക്കുന്നുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്.
ആമേൻ. ആമേൻ. സ്തോത്രം. യാത്രയ്ക്ക് തടസ്സം നേരിടുകയാ. ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം, ഒരു തരത്തിൽ മുന്നേറാൻ അനുവദിക്കാതെ വണ്ണം, വെല്ലുവിളിയുടെ നടുവിൽ ഭാരപ്പെടുന്ന ദൈവ പൈതലേ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ ഹല്ലേലൂയ, ജോലിക്ക് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റൊരു സ്ഥലത്തേക്ക് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോടായി ദൂത് കൈമാറുന്നു. ദുഡമാന ഘടകനഗസിയ റീവൽ ഖമാന ഘടകം മൃഗാന ഘടകനഗസിയാന്തര. ആമേ, സ്തോത്രം ചെയ്യുന്നു. മനസ്സിന് സമാധാനം തരാതെ, ആമേ, ജോലിയിൽ ഭാരം കൊണ്ടിട്ട്, ജോലി ഭാരം കൊണ്ട് തളർത്തുന്ന ചില വെല്ലുവിളികളെ നോക്കി, ആമേ, തളർന്നു പോകാൻ അല്ല ദൈവം ആക്കി വെച്ചത്. ദൈവത്തിന്റെ ആത്മാവ് നിനക്കൊരു ചേഞ്ച് തരാൻ, ദൈവ പൈതലേ, ദൈവാത്മാവ് പറയുന്ന ഒരു മാറ്റം തരാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. ആമേ, സ്തോത്രം. ഏറ്റെടുക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ആമേൻ. ഒരു ചേഞ്ച് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ചേഞ്ച്, ഒരു മാറ്റം തരാൻ ദൈവം ആഗ്രഹിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ഒരു ചേഞ്ച് തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ദൈവാത്മാ പറയുന്നു. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നും. അത് രാജ്യത്തിന്റെ, ആമേൻ, ബൗണ്ടറികൾ എനിക്ക് വിഷയമല്ല, നിയമസംഹിതകൾ എനിക്ക് വിഷയമല്ല. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു പക്ഷേ, ആമേൻ, സ്തോത്രം, നിയമം അനുവദിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഫിലിപ്പോസേ, നീ ഇപ്പോൾ ആയിരിക്കുന്ന നിർജ്ജനമായ സ്ഥലത്താണെങ്കിൽ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു, ദൈവം നിന്നെ, ആമേൻ, സ്തോത്രം, കരങ്ങളിൽ എടുക്കുന്ന ഒരു സമയം വരാൻ പോവാണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് കൈമാറുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. നിർജ്ജന പ്രദേശത്തേക്ക് ഇപ്പൊ അയച്ചത്. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ, നീ നിർജ്ജനമായ പ്രദേശത്ത് മരുഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞു. ആമേൻ, സ്തോത്രം. തിരിഞ്ഞു നിന്ന് മറുത്തു പറയാതെ ഫിലിപ്പോസ് മുമ്പോട്ട് പോകുക. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പോസിന് അറിയാം നിർജ്ജന പ്രദേശത്ത് ചില നന്മകളെ ഒരുക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചില പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നറിയാം. ആമേൻ, സ്തോത്രം. ഫിലിപ്പോസ് മുമ്പോട്ട് പോകുക. പോയി ചെന്നപ്പോ അങ്ങോട്ട് നടന്നാ പോയേ, പക്ഷെ ഇങ്ങോട്ട് വന്നത് ഫ്ലൈറ്റിലാ വന്നേ. എങ്ങനെ? ഏത് ഫ്ലൈറ്റിലാ വന്നേ? കർത്താവിന്റെ കരത്തിൽ എടുത്തുകൊണ്ട് ദൈവം കൊണ്ടുവന്നത്. ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയെന്ന്. ആമേൻ, സ്തോത്രം. ദൈവം ചിലരെ നടത്താൻ പോവാണെന്ന്. ആമേൻ, സ്തോത്രം. ചില അഭിഷേകത്തോടെ നടത്താൻ പോവാന്ന്, ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവാണെന്ന്, ചില യാത്രകൾ ഒരുക്കുന്നുണ്ട്, ചില ശുശ്രൂഷ സംബന്ധമായി ആമേൻ ചില പദ്ധതികളെ ദൈവം ഒരുക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ആമേൻ, സ്തോത്രം. ചില തടസ്സങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ വിട്ടുമാറി പോകാൻ കൽപ്പിക്കുക. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുവാൻ ദൈവത്തിന് അധികാരമുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവത്തിന് മഹത്വം വെളിപ്പെടട്ടെ. ആമേൻ. ജുഡമാന ഘടകനഗസിയ റീബൽ ഖമന ഘടകനഗസിയ റബ. ആമേൻ, സ്തോത്രം. സാറാമ ഷാജി എന്ന് പറയുന്ന ദൈവദാസിയെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം ചെയ്യുന്ന. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ആമേൻ. കാക്കകളെ നോക്കിടും, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുര നിറയ്ക്കുന്നില്ല. ചില മാനസികമായ വേദനകൾ, ആമേൻ, ചില രോഗത്തിന്റെ അസ്വസ്ഥതകൾ, പ്രയാസങ്ങളെ ദൈവം ഉടച്ചു മാറ്റുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. യുഡമാന ഘടകനഗസിയ റീബൽ ഖമന ഘടകനഗസിയ. ചില മാനസികമായ പ്രയാസത്തെ ദൈവം എടുത്തു മാറ്റുമെന്ന്, ചില വെല്ലുവിളികളെ മനസ്സിനകത്ത് ചില നിൽക്കുകയാ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ അനുഭവം പോലെ എവിടെയോ ഒതുക്കി വെച്ചാലും പ്രയാസങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നീക്കുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ആമേൻ. ജുഡമാന ഘടകനഗസിയ റീഗമന ഘടകം മൃഗാന ഘടകനഗസിയ. ആമേൻ. അത്ഭുതവാനായ ദൈവം, അതിശയം പ്രവർത്തിക്കുന്ന ശക്തനായ കർത്താവിന്റെ കരം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുവാനിടയാകും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം എത്ര അത്ഭുതവാനാണ്. ദൈവത്തിന്റെ കൃപ ആമേൻ നമ്മളിൽ വ്യാപരിക്കട്ടെ. ആമേൻ, സ്തോത്രം. വേഗം ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം, ആമേൻ, ആമേൻ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം കൂടെ വേഗത്തിൽ വായിച്ച് ആമേൻ, സ്തോത്രം, പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു.
മതി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നോട് കരുണ കാണിച്ചത്, ആമേൻ സ്തോത്രം, നീ പ്രസ്താവിക്കുക. എന്താ ദൈവമക്കളെ കരുണ ഇവിടെ കാണിച്ചത് ആ മനുഷ്യനോട്? ആമേൻ സ്തോത്രം ചെയ്യുന്നു. എന്താണ് കരുണ കാണിച്ചതിന്റെ സാരം എന്താണ്? ആമേൻ സ്തോത്രം. 6000 ഭൂതം ബാധിച്ചവൻ, ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എവിടെയാ? കല്ലറകളിൽ അവന്റെ ആരും സഹായമില്ല. ആരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാൻ പോലും ആരുമില്ലാതെ, ആമേൻ സ്തോത്രം ചെയ്യുന്നു, തന്റെ കല്ലിൽ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങല ഉരുമിയുടച്ചു, തന്റെ ശരീരം കടിച്ചു മുറിച്ചു, താൻ ആശ്വാസം കണ്ടെത്തുമ്പോ, ആമേൻ ഹല്ലേലൂയ, ഒരുവൻ കരം പിടിച്ച് കയറ്റാനായി വരികയാ. ആമേൻ. ഒരു കരുണ കാണിക്കാൻ ദൈവം തയ്യാറായെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. നിന്റെ അവസ്ഥക്കകത്ത് ഇറങ്ങി വരാൻ ലോകത്തിൽ ഒരു മനുഷ്യനും തയ്യാറാകാതിരിക്കുമ്പോ, ആമേൻ സഹായിക്കാൻ കരനീട്ടാനില്ലാതിരിക്കുമ്പോ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ആമേൻ സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ ഓർത്തു നോക്കിയേ, ആ ശവപ്പറമ്പിലേക്ക് ആരെങ്കിലും പോകാൻ തയ്യാറാകുവോ? നമ്മളോട് പറയുക, ആമേൻ സ്തോത്രം ചെയ്യുന്ന. ഹല്ലേലൂയ. അങ്ങോട്ടൊന്ന് പോകാൻ പറഞ്ഞാ നാം പോവുമോ? ആമേൻ സ്തോത്രം ചെയ്യുന്ന. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്തോളൂ, ഇക്കരെ ആമേൻ സ്തോത്രം ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി തടിച്ചുകൂടിയ നടുവിൽ കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്കാ പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകുന്നത്. കർത്താവ് ആമേൻ സ്തോത്രം ചെയ്യുന്ന ആ ജനക്കൂട്ടത്തെ അല്ല നോക്കിയത്, ആമേൻ അവിടുത്തെ മിനിസ്ട്രി അല്ല നോക്കിയത്, അവിടുത്തെ ശുശ്രൂഷയല്ല നോക്കിയത്. കർത്താവ് കുഞ്ഞുങ്ങളെ നമുക്ക് അക്കരയ്ക്ക് പോകാം. ആമേൻ. ഒരാത്മാവിന് പോലും വില കൊടുക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ദൈവം ഇതിലെ നിനക്ക് ഇപ്പോൾ വിലയില്ലായിരിക്കാം, നിന്നെ കരുതാൻ ആരുമില്ലായിരിക്കാം, നിനക്ക് സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ചെയ്ത് കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന്, കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. ആമേൻ സ്തോത്രം. ആ ദൈവംഭാഗം നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു കൊടുത്താട്ടെ. ആ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആദിനും അന്ത്യനുമായ ദൈവമാണ്. ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന് പാർഷ്യാലിറ്റി ഉണ്ടായിരുന്ന ആ മനുഷ്യൻ വിടുവിക്കപ്പെടുവോ? ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യാൻ ശക്തനാ, കരുണ കാണിക്കാൻ, കഴിവ് കാണിക്കാൻ ശക്തനാ. ആ ദൈവം മുമ്പാകെ നമ്മെ തന്നെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാട്ടെ. ആ ദൈവത്തിന് നമ്മെ തന്നെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാട്ടെ. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുക. ആമേൻ. പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവമക്കളെ, ആമേൻ സ്തോത്രം. നീ കരുണ കാണിച്ച വിവരം, ഞാൻ നിന്നോട് കരുണ കാണിച്ചു, നിന്റെ തള്ളിക്കളഞ്ഞവരോട് നീ ചെന്ന് പറയണം, നീ സാക്ഷീകരിക്കാൻ പറയണം. ഇന്ന് പകൽക്കാൻ ആ ദൈവം ഭാഗം നമ്മെ തന്നെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത്, ആമേൻ ഹല്ലേലൂയ, കണ്ണുകളടച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ആമേൻ. ജുഡമാന ഘടകനഗസിയ റീബൽ ഖമാന ഘടകം ഘടകനഗസിയ. എല്ലാ തടസ്സങ്ങളും ദൈവം എടുത്തു മാറ്റുവാൻ, എല്ലാ പ്രതിസന്ധികളും ദൈവം എടുത്തു മാറ്റുവാൻ ദൈവശക്തനായ ദൈവമാ. കരയുവാൻ, ആമേ പ്രയാസപ്പെടുവാൻ, ആമേ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കരുണയും കനിവും എനിക്ക് കരുണ കാണിക്കുന്നവർ കരുണ കാണിക്കുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവർ കരുണ തോന്നുകയും ചെയ്യുന്ന ഒരു ദൈവം മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. ആ ദൈവസന്നിധി നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാം. ആമേ. കണ്ണടയ്ക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ആമേ. അവൻ ശക്തിയുള്ള ദൈവമാണ്. ആമേൻ. ആ ദൈവകരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വചനം വായിച്ച് ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനെ കനിവ് തോന്നുകയും ചെയ്യുമെന്ന് ആ മോശയോട് അരുളി ചെയ്തതുപോലെ കർത്താവേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ആയിരിക്കുന്ന ഈ ഹല്ലേലൂയ പ്രളയത്തിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രയാസത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആമേൻ ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ദൈവം പരിപാലിക്കണം, അത്ഭുതം കൊണ്ട് നിറയ്ക്കണമേ, വിടുതലയക്കണം. പ്രിയദാസനെ ദാസിയെ ദൈവം സൂക്ഷിക്കണമേ. മിനിസ്ട്രി അനുഗ്രഹമായി തീരണം. ഈ മിനിസ്ട്രിയെ ദൈവം മാനിക്കുമാറാകണമേ. പ്രവൃത്തി വെളിപ്പെടുത്തണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സമയത്തെ